ശബരിമലയെ ഞെട്ടിച്ച സ്വർണ്ണക്കവർച്ചാ കേസിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇ.ഡി., ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘവും. ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും കട്ടിളപ്പാളികളിലെയും സ്വർണം കവർന്ന കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്നലെ ജനുവരി 21 കേരള ഹൈക്കോടതി തള്ളി. സ്വർണം മോഷ്ടിക്കാൻ പത്മകുമാർ മിനിറ്റ്സ് തിരുത്തി സൗകര്യം ചെയ്തു കൊടുത്തു എന്ന SITയുടെ കണ്ടെത്തൽ അതീവ ഗൗരവകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. അതേസമയം കേസിലെ ഒന്നാം പ്രതിയും ബിസിനസ്സുകാരനുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ഒരു കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചു. എങ്കിലും മറ്റൊരു കേസിൽ കൂടി പ്രതിയായതിനാൽ അദ്ദേഹം ജയിലിൽ തുടരും. ഇതിനിടെ ഈ കേസിലെ കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്ന ഇ.ഡി. കഴിഞ്ഞ ദിവസം കേരളത്തിലും തമിഴ്നാട്ടിലുമായി 21 സ്ഥലങ്ങളിൽ മിന്നൽ റെയ്ഡ് നടത്തി. പ്രതികളുടെ 1.3 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തു. ഭക്തരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തിയ ഈ വൻ കൊള്ളയ്ക്ക് പിന്നിലെ കൂടുതൽ ഉന്നതരെ കണ്ടെത്താനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം.